ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ചെറായി വൈബ്സ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇപ്പോൾ നേരെ ഓഫീസിലോട്ടാണ് പോണത്. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചെറായിൽ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പോൾ അവിടുത്തെ മെമ്മറീസും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആണ് നമ്മൾ പോണത്. സാറ്റർഡേ ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം അവിടെ. പിന്നെ സൺഡേ നമുക്കൊരു 11 o'clock വരെയാണ് കേട്ടോ നമ്മുടെ ടൈം വരുന്നത്. അപ്പോൾ സാറ്റർഡേ നമ്മൾ വന്ന് കുറച്ച് നേരം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ഇറങ്ങാം. 12 മണി 12:30 തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങണേണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിലെ എല്ലാ ഗേൾസുകളും കൂടി പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമ്മൾ ലാസ്റ്റ് 8 പേര് മാത്രമാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ 8 പേര് ആർക്കെന്നുള്ളത് വഴിയെ കാണിക്കാം. അപ്പോൾ അതേ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ ടാറ്റ തരാനായിട്ട് നിൽക്കണേ കേട്ടോ. ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇവരാരും വരുന്നില്ല. സോ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നൈസായിട്ട് ഇറങ്ങണേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെറായി നമ്മുടെ റിസോർട്ട് വരെ യൂബറിനാണ് പോണത്. അപ്പോൾ യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 8 പേരുള്ളതാണ്. ഒരു യൂബറിൽ 4 പേര് വെച്ചിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഗൈസ് നമ്മൾ പോണത്. അപ്പോൾ ആദ്യത്തെ 4 പേര് പോണേണ്. ഇവരുടെ യൂബർ ആദ്യം വന്നു. തൊട്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ യൂബർ വരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ 1/4 മണിക്കൂർ താഴെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ യൂബർ തെണ്ടി വന്നില്ല ഗൈസ്. സോ നമ്മൾ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചവറടിച്ച് നിന്ന് ഭ്രാന്ത് പിടിച്ച് വെയിലത്ത് നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ബുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മൂഞ്ചിപ്പറക്കി നിൽക്കണേണ്. ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സംഭവം വരണം. ഓക്കെ, അപ്പോൾ വീണ്ടും ടാറ്റ പറയാനായിട്ട് നമ്മുടെ അരുൺ സാർ മേളിൽ നമുക്ക് വീണ്ടും വിട പറയുകയാണ്. ഓക്കെ ബൈ സാർ. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ വന്ന് നമ്മൾ വണ്ടിയിലൊക്കെ കയറി സെറ്റായിട്ട്. അപ്പോൾ 4 പേരാണ് ഉള്ളത്. അപ്പോൾ റെറ്റിഷൽപ്പ് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും ബാക്കിലാണ് ഇരുന്നത്. പിന്നെ ചെറായി നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ രീതിയിൽ ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യേണ്ട, പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് ചെറായി. ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് 1 മണിക്കൂറത്തെ ട്രാവലേ ഉള്ളൂ കേട്ടോ. ഉച്ചയായിരുന്നു. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റിസോർട്ട് കടലിലെ തൊട്ടടുത്താണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട് ഗൈസ്. സൂപ്പറല്ലേ? ഈ മൊത്തം പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പൂളുണ്ട്, പിന്നെ 4 റൂമുകളുണ്ട്, പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ബീച്ച് വൈബാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കമ്മ അടിച്ച് തലമണ്ട പൊട്ടിക്കാൻ കേട്ടാ. ബീച്ചിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എടോ നമ്മളിവിടെ നടോ നമ്മുടെ റൂം ഇതാണോ? ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറും ആണ് റൂമുകളുള്ളത്. ഒരു ഫ്ലോറിൽ 2 റൂമുകൾ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ 2 റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത്. സൂപ്പർ. ഞാൻ തുണിയിലായിട്ടല്ലേ ഇരിക്കുന്നത്. Don't waste.
എടോ ഒപ്പനയാണെങ്കിൽ എടോ മഞ്ഞയാണെങ്കിൽ ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിലെ സീൻസ് ഒക്കെ വരുള്ളൂ. എന്താടോ അതുപോലെ തന്നെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് ചീട്ട്, പിന്നെ ക്യാരംസ്, പിന്നെ ചെസ്സ്, ലുഡു, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണ്, കുറച്ച് എൻജോയ്മെൻറ്റ് വേറെ വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കലാപരിപാടികളിലോട്ട് കിടക്കാമെന്നാണ്. അപ്പോൾ ഞങ്ങളതേ ചീട്ട് കളിക്കാനായിട്ട് ഇരുന്നിട്ടാ. കാരണം തൊട്ട് ഫ്രണ്ടിൽ കടലാണ്, അവർ കാറ്റൊക്കെ കൊണ്ടിട്ട് ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് ചീട്ടൊക്കെ കളിക്കുക സൂപ്പറാണ്. സോ നമ്മൾ കുറച്ച് നേരം ചീട്ടൊക്കെ കളിച്ചു. അങ്ങനെ നമ്മൾ ഒരുങ്ങിക്കെട്ടി ബീച്ചിലോട്ട് പോകാനായിട്ട് നിൽക്കണേണ്ട. ഇവിടെ നമ്മുടെ റിസോർട്ട് കുറച്ച് അകത്തോട്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ യൂബറും അതുപോലെ തന്നെ ഓട്ടോയൊക്കെ ഇട്ടാൽ ഭയങ്കര പാടാണ്. ഈ ഓട്ടോ ചേട്ടനെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ ചോദിച്ച് അങ്ങനെ നമ്പർ മേടിച്ചിട്ടാണ് കേട്ടോ ഈ ചേട്ടൻ്റെ ഓട്ടോ കിട്ടിയത് നമുക്ക്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 8 പേരേ ഉണ്ട്, ഒരു ഓട്ടോയും ഉള്ളൂ. അങ്ങനെ ആ ചേട്ടൻ 2-3 റൗണ്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ 8 പേരെ അവിടെ എത്തിച്ചത് കേട്ടോ. നമ്മൾ ചെറായി ബീച്ച് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ വേറൊരു ബീച്ച് കണ്ടു. അതിൻ്റെ പേര് എന്താണ്, കാറ്റാടി ബീച്ച് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു. അത്യാവശ്യം സൺസെറ്റിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകാശമൊക്കെ എന്താ പറയുക, ഒരു വരച്ച് വെച്ച പോലത്തെ ഒരു ആകാശമായിരുന്നു. പിന്നെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് സൺസെറ്റ് കാണാം എന്നുള്ള സെഗ്മെൻറ്റിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് ചെറായിയുടെ അങ്ങോട്ട് പോയില്ല. പിന്നെ തിരിച്ച് വരാനും ടൈം എടുക്കണ കാരണം നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയത്. പക്ഷെ നമ്മളതൊരു അബദ്ധമായി പോയി ചെയ്തത്. കാരണം ഇവിടെ ഈ ഒരു ബീച്ചിൻ്റെ ഈ സൈഡിലാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തിരിച്ച് പോകണ കാര്യം നമ്മൾ ആലോചിച്ചില്ല. ചെറായി ബീച്ചിൻ്റെ ആ ഭാഗമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ വണ്ടികളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ കാത്തു നിന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം കടലിലൊക്കെ കളിച്ച് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണി വരെയൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യഥാർത്ഥ കുരുക്കിൽപ്പെട്ടത് ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് യൂബറോ ഓട്ടോയോ ഒന്നുമേ ഇല്ലേ അവിടെ. പിന്നെ നമ്മൾ ഒരു 1.5 നടത്തമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 കിലോമീറ്റർ എന്തോ ഉണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് അങ്ങോട്ട് നടന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പൂളിൽ കിടക്കാം ഗൈസ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. ഇനി ഓരോരുത്തരുമായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പൂളിലോട്ട് പോവുകയാണ് ഗൈസ്. കമോൺ. Cheers പറ. ഓക്കെ അല്ലേ, ഓണല്ലേ? ബാക്കിക്ക്
അഞ്ജലി അതിനെ സംബന്ധിച്ചൊരു പ്രൊട്ടക്ഷനാ കണ്ണാടി. എനിക്ക് കറി വെച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരം വെളുക്കുകയാണ് ഗൈസ്. സോ നമുക്ക് എണീക്കാണ്ട് വേറെ നിവർത്തിയില്ല. താഴെ ഒരു ഇൻഹേലറൊക്കെ കിടപ്പുണ്ടത് ഇന്നലത്തെ ക്ഷീണമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ എന്നും നമ്മൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണാമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി എന്തൊരു ഭംഗിയാണെന്നാ. എനിക്കൊന്നും രാത്രി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം നനഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഉള്ള ഈ ഒരു വ്യൂ നോക്കിക്കേ, കടലൊക്കെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കണേണ്. പിന്നെ ഇവിടെ നോക്കി സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ടാണ് എണീറ്റത്. പിന്നെ നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് വീണ്ടും പൂളിലിറങ്ങാൻ പോവുകയാണ്. പിന്നെ ഇനി പൂളിലിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ കുളിച്ചിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ കുളിക്കാണ്ട് കഴിക്കും. അത് ഡിപ്പെൻസ്, വിശപ്പിനെ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ മഴയും വെയിലൊക്കെ ഒരുമിച്ച് വന്നത് കാരണം നോക്കൂ, നല്ല സൂപ്പറായിട്ടുള്ളൊരു മഴവില്ലാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗി കണ്ടിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു. ഇച്ചിരി ഫുഡ് വന്നിട്ട് ചായ മറ്റോ ഓർഡർ ചെയ്തിരുന്നാ. ചായയും ഗ്ലാസ്സും ആയിരിക്കും. അങ്ങനെ ചായയും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ചായ ഒന്ന് തുടങ്ങണേണ്. കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റായതിന് ശേഷമായിരിക്കും കേട്ടോ കുളിക്കാൻ വേണ്ടി പോണത്. ഓൾറെഡി നമ്മൾ പൂളിലൊക്കെ അവിടെ നിന്നിട്ട് നനഞ്ഞ് കുതിർന്നിരിക്കണേണ്. പിന്നെ ഇവിടെ താഴെ തന്നെ കുറേ മീൻ പിടിക്കാനായിട്ട് കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എപ്പോഴും വരാറുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ പൂരി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ മസാലക്കറി, പിന്നെ ഇങ്ങനത്തെ സാമ്പാർ, അങ്ങനത്തെ മുട്ടക്കറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡൊന്നും കൊള്ളുവരായിരുന്നു ഗൈസ്. ആകെ നമുക്ക് അവിടുത്തെ റിസോർട്ടും ആ ഒരു വ്യൂ മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ ശോകമായിരുന്നു. പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇനി നമുക്കൊരു 11:30 ആകുമ്പോഴത്തേനും വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങി പോകണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കറക്റ്റ് 11:30 ആയപ്പോൾ തന്നെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണേന് കേട്ടോ. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം വൈറ്റാണ് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി എറണാകുളത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് കാരണം ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ജീൻസ് ടോപ്പൊക്കെ ഒക്കെ ഇട്ടാൽ പിന്നെ അത് ഇത്തിരി നേരം പട്ടിഷോയൊക്കെ കാണിച്ച് നിന്നു. അപ്പോഴേക്കും യൂബർ ചേട്ടൻ വന്നു. ഇന്ന് നമുക്ക് യൂബറിൽ കയറി നേരെ നമ്മുടെ എറണാകുളത്ത് ചെല്ലണം. കാരണം ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ശോകമായിരുന്നു. ഇപ്പോൾ ഫുഡ് കിട്ടാണ്ടുള്ള ഒരു വെപ്രാളത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി, നമ്മുടെ MG റോഡ് എത്തി. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് മെനുവിലാണ്. ആദ്യം തന്നെ ഇത്തിരി ജ്യൂസ് കുടിച്ചു. വയറിനൊന്ന് ടച്ചപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുഴിമന്തി പറഞ്ഞു ഗൈസ്. അങ്ങനെ വയർ നിറച്ച് അത് നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. ഓരോരുത്തരായിട്ട് അങ്ങനെ വിടവാങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ചാച്ചാ പറഞ്ഞ് ഞാനും എൻ്റെ പാട്ടിന് പോകണേണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.